ഓം ശ്രീ ഹരേ നമ. വൃശ്ചികോത്സവം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ഡിസംബർ 6 കൂടി അവസാനിക്കുന്ന വൃശ്ചികോത്സവത്തിന് എല്ലാവിധ അറേഞ്ച്മെൻറ്റുകളും കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട്. ആ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്യുമ്പോൾ തന്നെ ഭക്തജനങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെല്ലാം ചേർത്തിണക്കിക്കൊണ്ടാണ് അവർ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതും. ആന എഴുന്നള്ളിപ്പ് വളരെ ഗംഭീരമായി തന്നെ നടന്നു. 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പാണ് ആചാരം. ആ ആചാരം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. എല്ലാ ഭക്തജനങ്ങളും വളരെ സപ്പോർട്ടായിരുന്നു ഈ കാര്യത്തിൽ. ഇനിയും അതുപോലെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ആന മേളം, കഥകളി, കച്ചേരി, ഓട്ടംതുള്ളൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വർഷം. അതിന് എല്ലാ ഭക്തജനങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. സഹകരിക്കുക. സന്തോഷം. ആന 15 ആന നിർത്തുന്നതിനോട് പ്രശ്നമില്ല. 15 ആന നിർത്തുന്നതിന് അകലം പാലിക്കണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. ആ 2012 ആക്ട് വന്നതിന് ശേഷമുള്ള ഒരു അമെൻമെൻറ്റാണ് കോടതി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ആ ഇൻ്ററിം ഓർഡർ പ്രകാരമുള്ള ഡിസ്റ്റൻസ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റുകാർ ഇവിടെ വരച്ച് തന്ന ആ വരയുടെ അടിസ്ഥാനത്തിലാണ് ആനകൾ നിർത്തിയിരിക്കുന്നത്. ഫോറസ്റ്റും പോലീസും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരും നിർദ്ദേശിച്ച രീതിയിലുള്ള ഒരു എഴുന്നള്ളിപ്പാണ് ഇവിടെ ചെയ്തത്. ചടങ്ങ് 15 ആനയാണ്. ആചാരം എന്ന് പറഞ്ഞാൽ ആ 15 ആനയെ നമുക്ക് നിർത്താനും പറ്റി. എന്നാൽ കോടതി പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പാലിച്ചു വരാനും പറ്റി. ഡിസ്റ്റൻസ്, ആനയും ആളുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് പാലിക്കാൻ പറ്റി. അതുപോലെ കവാടങ്ങൾ, പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനും ആളുകൾക്ക് വരെയുള്ള സൗകര്യങ്ങൾ 15ഓളം കവാടങ്ങൾ ഇതിന് നമുക്ക് സൗകര്യം ഉണ്ട്. ഇവിടെ ക്ഷേത്രത്തിൽ ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും, ലൈറ്റും അറേഞ്ച്മെൻറ്റുകളും ഭക്ഷണവും ആനയ്ക്കുള്ള ഭക്ഷണവും ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം വളരെ ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട് ഇതുവരേക്കും. ഇനിയും അതുപോലെ ഉണ്ടാകും എന്ന് നല്ല ഉറപ്പുണ്ട്.